നമസ്കാരം, എല്ലാവർക്കും കാടല്ലിത് ജീവിതത്തിലേക്ക് സ്വാഗതം. ഞാൻ കുറുക്കകുമാരി. ദാമ്പത്യം എന്ന ഓംലെറ്റിലെ ഉപ്പും മുളകുമാണ് ഇന്ന് നമ്മുടെ അതിഥികൾ. അമ്മിണിക്കോഴിയും അവളുടെ കെട്ടിയോൻ കോഴിരാജും. ജീവിതം ഒരു പോരാട്ടമാണ്, പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ പൂവൻ കോഴികൾക്ക്. അമ്മിണി ഇന്ന് വന്നിരിക്കുന്നത് അതീവ ഗൗരവകരമായ ഒരു പരാതിയുമായാണ്. പൂവൻ രാജ് എന്തോ വലിയ അവിഹിതം കാട്ടുന്നുണ്ടെന്നാണ് അമ്മിണിയുടെ വാദം. ചേച്ചി, ഇയാൾക്കിപ്പൊ എന്നെ കാണുമ്പോ ഒരു പുച്ഛം. പണ്ടൊക്കെ ഞാൻ പതുക്കെ ഒന്ന് കൊക്കരിച്ചാ മതിയായിരുന്നു. പുള്ളിക്കാരൻ ചുറ്റും നടന്ന് പാട്ട് പാടും. എല്ലാ ദിവസവും ഒരേ പാട്ട് തന്നെ പാടാൻ ഞാൻ ഈ ഗാനഗന്ധർവനൊന്നും അല്ലല്ലോ. എനിക്കും വേണ്ടേ ഒരു വെറൈറ്റി. വെറൈറ്റി പറയാൻ ഇവൻ എന്ത് യോഗ്യതയുണ്ട്? കഴിഞ്ഞ ദിവസം അയൽവക്കത്തെ ചിന്നു എന്ന ബ്രോയിലർ കോഴിയുടെ പിന്നാലെ നടക്കുന്നത് ഞാൻ കണ്ടു. എടി അമ്മിണി, അത് നീ വിചാരിക്കുന്ന പോലെയല്ല. അവൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതിന്റെ ഒരു ജാടയുണ്ട്. അതൊന്ന് മാറ്റാൻ പോയതാ ഞാൻ. എന്താണ് കോഴിരാജ് നിങ്ങളിങ്ങനെ? നിങ്ങൾക്ക് നല്ല സുന്ദരിയായ ഒരു ഭാര്യയില്ലേ? അമ്മിണി, നിങ്ങൾ ഇതിനു മുൻപ് ഇത് പിടിച്ചിട്ടുണ്ടോ? ഉണ്ട് ചേച്ചി. ഇവന്റെ ഫോണിൽ മുഴുവൻ ഏതോ കിയോ ഹെനിഫ കോഴിയുടെയും താറാവുകളുടെയും കാടൻ കോഴികളുടെ വരെ ഫോട്ടോയാ. ഞാൻ ചോദിച്ചപ്പം പറയുവാ അത് എഡ്യൂക്കേഷണൽ പർപ്പസിനാണെന്ന്. ഇവളുടെ പ്രശ്നം അതൊന്നുമല്ല. രാത്രിയായാൽ ഇവൾക്ക് ഉറങ്ങണം. എനിക്ക് കുറച്ചു നേരം കൂടി നിന്ന് കൂവണം. ഞാനൊരു പാട്ടുകാരനാണ്. ഓ കോഴിരാജ്, പാട്ടൊക്കെ പാടുവോ? എങ്കിൽ ഒരു പാട്ട് ഞങ്ങളുടെ ഓഡിയൻസിന് വേണ്ടി പാടൂ. പിന്നെ അമ്മിണിക്കോഴി ഒന്ന് കൂളാവുകയും ചെയ്യും. നിങ്ങളുടെയൊക്കെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ പാടാം. നിർത്തടാ. അവന്റെ അച്ഛന്റെ കപ്പലണ്ടി സ്വപ്നം കാണുന്നത് നിർത്തി. അപ്പോഴാ ഒരു സ്വപ്നം കാണാറുണ്ടോ? ഇവന്റെ വിചാരം ഇവൻ വലിയ യേശുദാസ് ആണെന്നാണ്. നീ യേശുദാസ് അല്ലടാ, ശിവദാസാടാ, കള്ളകടയാടി കാട്ടുകോഴിമോനെ. അമ്മിണിക്കൂൾ, അമ്മിണിക്കൂൾ. നിർത്തടി തള്ളേ, അമ്മിണിക്കൂൾ അല്ല, ഹാൻഡ്സ്. നിന്നെ വേണം ആദ്യം അടിക്കാൻ. ഇവന്റെ നശിച്ച പാട്ട് കാരണമാണ് ഞാൻ ഇവിടെ ഡിവോഴ്സിന് വരെ വന്നത്. കോഴിരാജും അമ്മിണിക്കോഴിയും ഒരുവിധം സെറ്റായിട്ടുണ്ട്. നമുക്കിനി അടുത്ത ആര് വരണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്തു. അടുത്ത എപ്പിസോഡുമായി വരുന്നവരെ ബൈ ബൈ.